ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ഗീതു മേഡം ഫോൺ വിളിക്കുന്നത് കാത്തങ്ങനെ ഇരിക്കുകയാണ്. എങ്ങോട്ടാണ് മേഡം വിളിക്കുന്നത്, എപ്പോഴാണ് വിളിക്കുന്നത്, എങ്ങോട്ടാണ് ചെല്ലേണ്ടത്, ഇതൊക്കെ ആലോചിച്ച് ആ സമയത്ത് കൃത്യമായിട്ട് മേഡം ഗീതുവിനെ വിളിച്ചിട്ട് ഞാൻ ഇന്ന വഴിക്ക് പോവുകയാണെന്നും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഞാൻ ആ ഒരു ഇത് അയക്കും, നീ വേഗം അങ്ങ് വരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയണേ. അപ്പോൾ അത് കേട്ടപ്പോൾ ഗീതു ഇങ്ങനെ വളരെ ഹാപ്പിയായി. ശരി മാഡം, ഞാൻ ഇപ്പം തന്നെ ഇറങ്ങാം എന്നുള്ളൊരിതിൽ ഇങ്ങനെ നിൽക്കുവാണേ. അങ്ങനെ ആ ഒരു സംഭവം കാര്യം കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും മേഡം കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയോട് പറഞ്ഞു ഗീതുവിന് അക്കൗണ്ടിങ്ങും സംഭവങ്ങളൊന്നും മാത്രമല്ല പിടുത്തമില്ല, അതിനൊക്കെ ഗീതുവിനെ ഒന്ന് സഹായിക്കണമെന്ന്. അപ്പോൾ ആ പുള്ളിക്കാരി സഹായിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യം ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് നേരെ ഗീതുവിന് ഈ ഒരു ഇത് അയച്ചു കൊടുക്കണമല്ലോ, അതിന് വേണ്ടി ഇവർ ചെമ്പകശ്ശേരി തറവാടിൻ്റെ മുറ്റത്തെത്തി. ചെമ്പകശ്ശേരി തറവാട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ആ വീടും അതെല്ലാം അലങ്കരിച്ച് എല്ലാം നല്ല അടിപൊളിയാക്കി ആക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു അവരുടെ ആ ഒരു സഹായികൾ. എല്ലാം നല്ല ഭംഗിയാക്കി എല്ലാം റെഡിയാക്കിയിട്ട വീട്ടുമുറ്റത്തേക്ക് ചെന്നിറങ്ങേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മേഡം അവിടെ കയറിയതിന് ശേഷം ഗീതുവിന് ആ ഒരു വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഗീതുവിന് ഇതൊന്നും അറിയില്ലെന്നാണല്ലോ പാവം വിജയലക്ഷ്മി മാം ഓർത്തിരിക്കുന്നത്. ഗീതു ഇതൊക്കെ നേരത്തെ വന്ന് കണ്ടിട്ട് പോയതാണെന്നുള്ള കാര്യം മേഡത്തിന് അറിയില്ലല്ലോ. എന്തായാലും അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പം ഗീതുവിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇത് തന്നെയായിരുന്നു സർപ്രൈസ്. എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു മേഡം എനിക്ക് തരുന്ന സർപ്രൈസ് അത് ഇത് തന്നെ ആയിരിക്കുമെന്ന്, അതിനൊരു മാറ്റവും ഉണ്ടാകില്ലെന്ന്. എന്തായാലും അതിനപ്പുറം മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് പറയാട്ടോ. അങ്ങനെ ഗീതു ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗീതു പെട്ടെന്ന് തന്നെ സമയം കളയാതെ ഇറങ്ങാൻ തുടങ്ങുക. ഈ സമയത്ത് കിഷോർ ആണെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ഭയങ്കരമായിട്ട് ഗീതുവിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഗീതുവിന് ഇമ്പ്രസ് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ ഗീതു പറഞ്ഞ ആ ഒരു സമയത്തിനുള്ളിൽ ആ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. ആ ഒരു സമയത്ത് അവർണികയാണെങ്കിൽ കിഷോറിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്, എന്തായി, എന്തെങ്കിലും സഹായം വേണോ എന്നൊക്കെയുള്ളൊരിതിൽ. അപ്പോൾ എനിക്ക് ആരുടെ സഹായം വേണ്ട, ഞാനത് ചെയ്തോളാം എന്നൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ആ ഒരു ഇതിലേക്ക് അങ്ങ് കൊണ്ടുവന്ന് എത്തിക്കുക. എന്തായാലും ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വീണ്ടും നമ്മുടെ ഗീതുവിലേക്ക് വന്നു. ഗീതു എന്തായാലും ചെമ്പകശ്ശേരി തറവാട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മേഡത്തിൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അത് കണ്ടപ്പോൾ ഗീതുവിന് ഒരുപാട് സന്തോഷമായി. മേഡമാണെന്നുണ്ടെങ്കിൽ അവിടെ കയറി അവിടെ എല്ലാം കണ്ട്, അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ തൻ്റെ തറവാട്ടിലേക്ക് അവരെത്തുന്നത്. അങ്ങനെ എല്ലാം കണ്ട് ആസ്വദിച്ചൊക്കെ ഇങ്ങനെ മൊത്തത്തിലൊക്കെ സങ്കടപ്പെട്ടും പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചു ഇങ്ങനെയൊക്കെ അവിടെ നിൽക്കുവാണ്. അപ്പോഴേക്കും ഇതെല്ലാം ശരിയാക്കി കൊടുത്ത ആ ഒരു പുള്ളിക്കാരി അവിടെ വന്നു. അവരുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അവരോട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു സംസാരമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഗീതു വന്നു കഴിഞ്ഞപ്പോൾ ഗീതുവിനെ കണ്ടതും മേഡത്തിനും സന്തോഷമായി. ഗീതു നീ വന്നോന്ന് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് വരാനാണോ മേഡം ഇത്രയ്ക്ക് ഫോർമാലിറ്റി ഇട്ടത്, എന്നോട് പറയാതിരുന്നതെന്ന് ചോദിച്ചു ഗീതു. ഇങ്ങോട്ട് വരാനാണെങ്കിൽ പിന്നെ എന്തിനാ എന്നോട് ഇത്രയ്ക്ക് ഫോർമാലിറ്റീസ് ഇട്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഒറ്റയടിക്ക് നിന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ ശരിയാവില്ലെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ, അതുകൊണ്ടാണ് ഒരു ഫോർമാലിറ്റിയൊക്കെ. എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മേഡം ഇങ്ങനെ ചോദിച്ചു. എനിക്കെന്ത് പ്രശ്നം, എനിക്കൊരു പ്രശ്നമില്ല. മേഡം എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചില്ലായിരുന്നെങ്കിലാണ് ഞാൻ സങ്കടപ്പെടാൻ കൂടുതൽ സാധ്യത ഉണ്ടായിരുന്നതെന്നുള്ള കാര്യം ഗീതു പറയാം. അങ്ങനെ ഗീതു അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇനിയിപ്പോൾ സമയം കളയാനില്ല മേഡം, നമുക്ക് പാല് കാച്ചാവുന്ന കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരി പറഞ്ഞു കഴിഞ്ഞപ്പം ഗീതു പാല് കാച്ചാ, നീ വരുന്നതും കാത്തു നിൽക്കുകയായിരുന്നു എന്ന് മേഡം പറഞ്ഞു. ഞാൻ വരുന്നത് കാത്തോ? അതേന്നേ, നീയും കൂടെ വേണ്ടേ, എന്നാലല്ലേ ഇതിനൊരു പൂർണ്ണത ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗീതുവിനെയും കൂട്ടി ഇവർ നേരെ അടുക്കളയിലേക്ക് ചെല്ലുന്നു. അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ എല്ലാ കാര്യങ്ങളും റെഡി ആയിരുന്നു. ഇനി ആ തീ അങ്ങ് കത്തിച്ച് അടുപ്പത്തേക്ക് വെച്ചാൽ മതി പാലെടുത്ത്, അത്രത്തോളം എല്ലാം റെഡി ആയിരിക്കുക. അങ്ങനെ ഗീതുവിനെ കൊണ്ടാണ് ആ ഒരു വീട്ടിലെ അടുപ്പ് പൂട്ടിച്ചതും അതുപോലെ തന്നെ ആ അടുപ്പിൽ തീ ഇട്ട് ആ ഒരു പാല് വെപ്പിച്ചത്. അപ്പോൾ ഗീതു ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത് ചെയ്യേണ്ട യഥാർത്ഥ അവകാശി നീയാണെന്നും നീ തന്നെയാണ് അത് ചെയ്യേണ്ടതെന്നും അത് നീ ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഡം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ മേഡം അത് പറയുന്നത് കേട്ടപ്പോൾ ഗീതുവിന് ഒത്തിരി സന്തോഷമായി. കാരണം ഗീതുവിനെ അത്രത്തോളം എന്താ പറയുന്ന ഒരു വലിയ വ്യക്തിയായി തന്നെ കാണുന്നുണ്ടല്ലോ, അത്രത്തോളം അടുത്ത് ചേർത്ത് നിർത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു സന്തോഷം ഗീതുവിന് എന്തായാലും ഉണ്ടാകാതിരിക്കില്ല. ഗീതുവിന് സന്തോഷമായി. അങ്ങനെ ഗീതു സന്തോഷത്തോടു കൂടി മേഡം പറഞ്ഞതനുസരിച്ച് ആ ഒരു അടുപ്പിൽ തീ കൂട്ടി പാലൊക്കെ എടുത്തു വെച്ചാൽ പാല് നല്ല തിളച്ച് തൂകി നല്ല എന്താ പറയുക നിറയെ കുടവായിട്ട് ഇങ്ങനെ അങ്ങ് വന്നു.
അപ്പം ഗീതുവിന് സന്തോഷമായി. എന്തായാലും ഗീതുമോളുടെ കൈക്ക് ഐശ്വര്യം ഉള്ളതാണെന്നും പറഞ്ഞ് കൂടെ നിന്നവരിങ്ങനെ പറയുകയും ചെയ്തേ. അപ്പം അതൊക്കെ കേട്ട് ഗീതു ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ ആ വീട്ടിൽ അവർ മധുരം കൊടുക്കുന്നു, അവരുടേതായ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ തറവാട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴും നമ്മുടെ ഗീതു ഒന്നും വിട്ടുവിട്ട് പറയുന്നില്ല. ഗീതു കുറേ സത്യങ്ങളൊക്കെ അറിഞ്ഞതാണല്ലോ, പക്ഷേ ഗീതു അതൊന്നും ആ ഒരു ശരിക്കുള്ള രീതിയിൽ അങ്ങ് തുറന്ന് പറയുന്നില്ല. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗീതുവിന് മനസ്സിലായി ഇനിയും ഒരുപാട് താൻ കണ്ടെത്താനുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ താനായിട്ട് ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഇവരായിട്ട് തന്നെ അതൊക്കെ പറയട്ടെ. അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ തൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഗീതു ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടുമുറ്റത്തേക്ക് വേറൊരു വണ്ടി വരുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ ഇവർ ഇറങ്ങി ചെന്ന് നോക്കി ആരാ വരുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്. നോക്കിയപ്പോൾ ആ വണ്ടികളിൽ നിന്ന് ഇറങ്ങി വരുന്നത് വേറെ ആരും ആയിരുന്നില്ല, രാധികയായിരുന്നു. രാധികയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് രണ്ടുപേർക്കും ഒരു ടെൻഷൻ, പ്രത്യേകിച്ച് ഗീതുവിന്. ഈ തള്ള ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരാനുള്ള സാധ്യതയേ ഉള്ളൂ, അതെന്തായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ. വിജയലക്ഷ്മി മേഡം ആണെങ്കിലും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പം അങ്ങനെ ആ ഒരു ഇതിങ്ങനെ കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരിങ്ങനെ പേടിച്ച് നിൽക്കുന്നത് കണ്ട് രാധികയ്ക്ക് സന്തോഷമായി. രാധിക വന്നിട്ട് മോൾ ഇങ്ങോട്ട് വന്നതായിരുന്നോ, അമ്മയുടെ ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ, അമ്മ കൂടെ വരില്ലായിരുന്നോ എന്ന് ചോദിച്ചു. നീ എന്തിനാ രാധിക ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് സംസാരിക്കാനുള്ളത് എൻ്റെ മരുമകളായ ഗീതുവിനോടാണെന്നും അവളോട് ഞാൻ സംസാരിച്ചോളാം, മറിച്ച് എനിക്ക് മറ്റാരോടും സംസാരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ ഇറക്കി. അപ്പോൾ അമ്മ എന്തിനാ ഇപ്പോൾ വന്നതെന്ന് ഗീതു ചോദിച്ചപ്പോൾ ചില കാര്യങ്ങൾ നീ എന്നോട് ചോദിച്ചിരുന്നില്ലേ, ചില കാര്യങ്ങൾക്ക് നിനക്ക് വ്യക്തത വേണമെന്ന് നീ പറഞ്ഞിരുന്നില്ലേ, ആ വ്യക്തതകൾക്ക് അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് വ്യക്തതയുമായിട്ട് മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. എൻ്റെ മോൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ പേപ്പറിലുണ്ടെന്ന് പറഞ്ഞ് ഗീതുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ഇതെന്താ രാധികയെന്ന് വിജയലക്ഷ്മി മേഡം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത് ഗീതു വായിച്ചിട്ട് അതെന്താണ് നിൻ്റെ മോള് തന്നെ പറഞ്ഞു തരും എന്നും പറഞ്ഞുകൊണ്ട് രാധിക അത് ഗീതുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഗീതു അതിങ്ങനെ തുറന്നു നോക്കി വായിക്കുന്ന ഗീതു അത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം എന്താ, അവരാ വീട്ടിൽ താമസിക്കുന്നതിന് സ്റ്റേ ഓർഡർ മേടിച്ചുകൊണ്ടാണ് ഈ പറയുന്ന രാധിക എന്ന് പറയുന്ന പിശാച് കാലെടുത്ത് വെച്ചിരിക്കുന്നത്. രാധിക ഇതുപോലുള്ള ചെറിയ ചെറിയ പണികൾ ഇവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ രാധികയെ മുച്ചൂട് മുടിക്കാനുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു മാർഗവുമായിട്ട് നമ്മുടെ രാധികയ്ക്ക് എതിർപ്പായിട്ട് നമ്മുടെ വിജയലക്ഷ്മി രംഗത്തേക്ക് വരുമെന്നുള്ള കാര്യം രാധിക മറന്നുപോയി. അങ്ങനെ അവരെ ആ തറവാട്ടിൽ താമസിപ്പിക്കില്ല എന്ന് ഉറച്ച തീരുമാനവുമായിട്ട് എവിടെ നിന്നൊക്കെയോ കുറേ സ്റ്റേ ഓർഡറൊക്കെ ആയിട്ട് ഈ രാധിക കടന്നു വന്നിരിക്കുക. പക്ഷേ സ്റ്റേ ഓർഡറുമായിട്ട് വന്ന രാധികയ്ക്ക് നമ്മുടെ വിജയലക്ഷ്മി മേഡം കൊടുത്തത് ഇടിവെട്ട് പണി തന്നെയാണ്. രാധിക മുണ്ടും പൊക്കി ഓടുന്നൊരവസ്ഥ. അപ്പോൾ അതുപോലുള്ളൊരു ഇടിവെട്ട് ട്വിസ്റ്റുകളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ നാളെ വരാനിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗീതു ശരിക്കും തകർക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് വിജയലക്ഷ്മി മേഡത്തിൻ്റെ കൂടെ. അങ്ങനെ രാധികയ്ക്കിട്ടുള്ള പണി ഗീതുവും വിജയലക്ഷ്മി മേഡവും ഒരുമിച്ച് കൊടുക്കുമ്പോൾ രാധിക തോറ്റ് തുന്നമ്പാടി നാട് വിടുന്ന ഒരവസ്ഥ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ നമ്മുടെ കഥ വരുന്നുണ്ട്. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുവാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.